ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റിയായ ഒരു മുട്ട കുറുമയാണ്. ചപ്പാത്തി, പൊറോട്ട, അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റിയായ ഒരു മുട്ട കുറുമയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ 4 മുട്ട വെച്ചിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗവിലേക്ക് പാൻ എടുത്ത് വെക്കാം. പാൻ ചൂടായാൽ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായാൽ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് 2 ഏലക്ക, 2 കറാമ്പു, 2 ചെറിയ പീസ് കറുകപ്പട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് നന്നായി സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് 2 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ സവാള സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 5-6 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ പീസ് തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് അടിച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ തക്കാളി നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. അതിൻ്റെ പകരം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. അത് വീഡിയോയിൽ ശരിക്കും പെട്ടിട്ടില്ല. അപ്പോൾ ഇതിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറി ലീവ്സും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഒരു പച്ച മണം പോണ വരെ നമുക്കിതൊന്ന് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് തീയൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയില്ല 1 പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കറി ഒന്ന് ചൂടായാൽ നമുക്ക് കറി ഒന്ന് കട്ടിയായി കിട്ടും. തിളച്ച് വരേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് കുറച്ച് ലൂസ് വേണമെങ്കിൽ 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് മുട്ടയിൽ ഓരോ വര ഇട്ട് കൊടുക്കാം. ഇതിൽ
മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് വരട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റിയായ മുട്ട കുറുമ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് ചപ്പാത്തി പൊറോട്ടൻ്റെ കൂടെയൊക്കെ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല, വെറും പച്ചമുളകും കുരുമുളക് പൊടി ഇട്ടിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ നല്ല റെസിപ്പിയുമായി വരാം. താങ്ക് യു.